സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരിക, സംഭാവനകൾ നൽകുക, അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകുക, പലതരത്തിൽ ഞങ്ങളുടെ ചാനലിനെ സഹായിക്കുക. അയ്യപ്പ സംഗമം ഇന്നലെ കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ അയ്യപ്പ സംഗമം ഇന്നലെ കഴിഞ്ഞു. ഇന്ന് പന്തളത്ത് വച്ച് വിശ്വാസവും വികസനവും എന്ന പേരിൽ വേറൊരു സംഗമം നടക്കുകയാണ്. അത് ശബരിമല സംരക്ഷണ സമിതിയുടെയും വേറെ കുറേ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇന്നത്തെ സമ്മേളനം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അണ്ണാമല, തമിഴ്നാട്ടിലെ BJPയുടെ മുൻ പ്രസിഡന്റ് അണ്ണാമലയും MP അദ്ദേഹം സർവീസിൽ നിന്ന് IPS സർവീസിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. അണ്ണാമലയും ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കർണാടകത്തിലെ MPയും തേജസ്വിയും വരുന്നു എന്ന് സൂര്യ തേജസ്വിയോ അങ്ങനെ ഒരു പേരാന്ന് തോന്നുന്നു, വരുന്നു എന്ന് കേൾക്കുന്നു. എന്തായാലും അത് പന്തളം കൊട്ടാരമൊക്കെ പങ്കെടുക്കുന്നു. അത് ഒരു വിശ്വാസി വേറൊരു ശബരിമല സംരക്ഷണ സമിതിയുടെ പരിപാടിയാണ്. അതും ഈ സെമിനാർ ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ, സെമിനാറുകൾ, പിന്നെ താഴെ വൈകുന്നേരം 3 മണിക്ക് സംഗമ പരിപാടി. അതൊരു ബഹുജന പരിപാടിയായിട്ട് നടക്കുന്നു. ഇന്നലെ നടന്ന പരിപാടിയെക്കുറിച്ചുള്ള ഒരാക്ഷേപം പങ്കാളിത്തക്കുറവുണ്ട് എന്നാണ്. കാരണം ഇത് വിശ്വാസ സംഗമമാകുമ്പോൾ 4500 പേര് രജിസ്റ്റർ ചെയ്തു, അതിൽ നിന്ന് 3000 പേരെ സെലക്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത്ര ഒരു വലിയ പങ്കാളിത്തം ഉള്ളതായി തോന്നിയില്ല. പലപ്പോഴും എല്ലാ ചാനലുകളും അവിടെ കസേരകൾ കുറച്ച് ഫില്ലാവാതെ കിടക്കുന്നതുമൊക്കെ കാണിച്ചിരുന്നു. പിന്നെ അത് ഈ സാങ്കേതിക വിദ്യ വഴി അങ്ങനെ കാണിക്കാൻ പറ്റുമല്ലോ, ഏത് കാര്യത്തെയും കാണിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഉള്ള തർക്കങ്ങൾ വന്നു. എന്തായാലും വിശ്വാസ സംഗമം വിജയിച്ചോ ഇല്ലേ എന്നുള്ളത് സമൂഹമാണ് വിലയിരുത്തേണ്ടത്. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കുറേ കാര്യങ്ങൾ ഇന്നലെ അവിടെ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചു, ഗോകുലം ഗോപാലൻ പ്രസംഗിച്ചു, ഒത്തിരി ആൾ. പിന്നെ ഈ സമാന്തരമായി 3 സെഷനും നടന്നു. അവിടുത്തെ K. ജയകുമാർ IAS അവരുടെ നേതൃത്വത്തിലും ജേക്കബ് പുന്നൂസ് അവരുടെ നേതൃത്വത്തിലും TK നായർ അവരുടെ നേതൃത്വത്തിലൊക്കെ 3 സെമിനാർ നടന്നു. സെമിനാറിനും വേണ്ടത്ര പങ്കാളിത്തം ഇല്ലായിരുന്നു എന്നൊരു വാർത്തയാണ് വന്നത്. പക്ഷേ അതേസമയം വാസവൻ മന്ത്രി പറഞ്ഞത് 3 സെക്ഷൻ പോകുമ്പോൾ ആളുകൾ കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളാണ് വന്നത്. എന്തായാലും വളരെ രസകരമായ കാര്യങ്ങളാണ് നടന്നത്. തീർച്ചയായും നമുക്ക് കാണേണ്ട ഒരു വിഷയം ഇത്തരം വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമ്പലമെന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഇടമാണ്. ക്ഷേത്രമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനും ആത്മീയതയുടെയും പൂജകളുടെയും ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും സ്വകാര്യ ഇടമാണ്. അത് പക്ഷേ കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സ്ഥലത്ത്, ഇപ്പോൾ തിരുപ്പതിയുണ്ട്. തിരുപ്പതി ഒരിക്കലും ആന്ധ്രാപ്രദേശിലെയോ ഹൈദരാബാദിലെയോ രാഷ്ട്രീയത്തിലുള്ളൊരു ഇടമല്ല. അതുപോലെ എത്രയോ മൂകാംബിക കർണാടകത്തിലെ ഒരു രാഷ്ട്രീയ ഇടമല്ല. അതെല്ലാം സ്വകാര്യമായി പോകുന്നു, സ്വകാര്യച്ച്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാലോ മറ്റെന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ ക്ഷേത്രവും നമ്മുടെ വിശ്വാസവും എല്ലാം പലപ്പോഴും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി മാറുന്നു, രാഷ്ട്രീയമായ ഇടങ്ങളായി കൂടി മാറുന്നു. അതൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും BJPയും കോൺഗ്രസും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം. എന്തായാലും കേരളത്തിൽ ഇത് വളരെ ഗൗരവമായി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വിശ്വാസ സംഗമത്തെ സംബന്ധിച്ച് വലിയ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് ഇന്നത്തെ സംഗമം നടക്കുന്നു. ഇന്നാണ് വിശ്വാസ സംഗമം, ഇന്നലെ അയ്യപ്പ സംഗമമാണ്. നടക്കട്ടെ. സമൂഹം വിലയിരുത്തട്ടെ. ശരി തെറ്റുകളെല്ലാം സമൂഹം വിലയിരുത്തട്ടെ. ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ്. ഓരോ ചർച്ചകളും കാര്യങ്ങളും നടക്കും, പുതിയ ആളുകൾ വരും, പുതിയ പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ നല്ല കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.